ഈ തെരഞ്ഞെടുപ്പ് ദിനങ്ങളിലടക്കം കാഫിർ കേസ് നിറച്ചെഴുതിയ പത്രമാണ് ദേശാഭിമാനി. ഈ ദേശാഭിമാനി നിങ്ങൾ തന്നെയാണ് വീണ്ടും കൊളാബറേറ്റ് ചെയ്യുന്നത്. ഈ ദേശാഭിമാനി പത്രം ഇന്നലെ നിർണായകമായ ഒരു പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചപ്പോൾ എങ്ങനെയാണ് ഈ വാർത്ത കൈകാര്യം ചെയ്തതെന്ന് ഞാൻ പരിശോധിച്ചു. തിരുവനന്തപുരം എഡിഷനിൽ ഈ വാർത്ത അനേകം പേജുകളിൽ നോക്കി. ഒടുവിൽ 11ാമത്തെ പേജിൽ ഒരു സൈഡിൽ ഹോമിയോ ഗുളികയുടെ വലിപ്പത്തിൽ ഒരു ചെറിയ വാർത്ത കണ്ടു. മെറ്റ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിയാക്കപ്പെട്ടു എന്നതാണ് അതിന്റെ ഉള്ളടക്കം. വായിച്ചാൽ തോന്നും മെറ്റയിൽ സിഇഒ മാർക്ക് സക്കർബർഗും നിക്ലഡും ഒപ്പം തന്നെ ജെന്നിഫർ ന്യൂസ്റ്റഡ് ഒക്കെ ചേർന്ന് കെ ശൈലജയെ തോൽപ്പിക്കാൻ വേണ്ടി കാലിഫോർണിയയിൽ ഇരുന്ന് ഈ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയെന്ന് തോന്നിപ്പോകും വാർത്ത കണ്ടു കഴിഞ്ഞാൽ. വീണ്ടും ഒരു ചെറിയ വാർത്തയുണ്ട്. അവിടെയും ഈ പറയുന്ന പോരാളി ഷാജിയുടെയോ അമ്പാടിമുക്ക് സഖാക്കളുടെയോ ഈ റെഡ് ഗ്രൂപ്പുകളുടെ ഒന്നും പേരില്ല ദേശാഭിമാനിയിൽ. അപ്പൊ പാർട്ടി അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഇപ്പൊ പാർട്ടി പത്രവും ഈ സൈബർ ഊച്ചാളികളെ പേടിക്കുകയാണോ? സാർ ക്ഷമിക്കണം, അളിയൻ ഒരു അബദ്ധം പറ്റിപ്പോയതാ. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? ഈ വാരാന്ത്യത്തിൽ മാധ്യമ ലോകത്തിന് മുന്നിൽ എങ്ങനെ ഉദാത്തമായ മാധ്യമ പ്രവർത്തനം നടത്തണമെന്ന് ക്ലാസ് എടുക്കുന്ന ഒരു യൂട്യൂബ് മാഷ് ഉണ്ടായിരുന്നു, M സ്വരാജ്. അദ്ദേഹമാണ് ഇപ്പോൾ ആ പത്രത്തിന്റെ റെസിഡന്റ് എഡിറ്റർ. ഉറക്കം വരുന്നു. അദ്ദേഹത്തിന്റെ പത്രത്തിൽ പോലും വാലും തുമ്പുമില്ലാതെ വന്ന വാർത്ത ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രാക്ടിക്കൽ ക്ലാസ് ആയി മാറിയിരുന്നിരിക്കാം. കുറുന്തോട്ടിക്കും വാദമായിരിക്കും. എന്നെ ഇങ്ങനെ അപമാനിക്കരുത് പ്ലീസ്. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. കബളിപ്പിക്കപ്പെട്ടതാണോ? മനുഷ്യനാവണം, ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ നിനക്ക് ഞങ്ങൾ പേരിടുന്നു, അതാണ് മാർക്സിസം എന്നൊക്കെ ഈ സൈബർ പോരാളികൾ, അത് പാർട്ടി അംഗീകൃത പോരാളികളും പാർട്ടി തള്ളി പറഞ്ഞ പോരാളികളൊക്കെ പാട്ടെഴുതും, കവിത എഴുതും. എന്നിട്ട് ചെയ്യുന്നത് എന്താണ്? തോട്ടിന് വേണ്ടി വർഗീയ കുത്തിത്തിരിപ്പും നടത്തുന്നു. അതാണ് അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ പോകുന്നു. ബൈ ബൈ.